നമസ്കാരം, ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. യക്ഷിക്കഥകളാൽ സമ്പന്നമാണ് കേരളം. നമ്മൾ യക്ഷിക്കഥകൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. സിനിമകളിലാകട്ടെ പലതരത്തിലുള്ള യക്ഷികളെ കണ്ടിട്ടുമുണ്ട്. അവരെല്ലാം രാത്രികാലത്ത് വെള്ളവസ്ത്രം ധരിച്ച് ചുണ്ണാമ്പ് ചോദിക്കുന്ന യക്ഷികളാണ്, മനുഷ്യന്റെ ചോര ഊറ്റി കുടിക്കുന്ന യക്ഷികൾ. എന്നാൽ ഇപ്പോൾ ഇറങ്ങിയ സിനിമയിലെ യക്ഷി ജനങ്ങൾക്കിടയിൽ താമസിക്കുന്ന രക്തബാങ്കിൽ നിന്ന് രക്തം സ്വിഗി ചെയ്ത് വാങ്ങിക്കുന്ന ആധുനിക യക്ഷിയാണ്. കേരളത്തിന്റെ പഴയ മലബാർ, തിരുവിതാംകൂർ, കൊച്ചി മേഖലകളിൽ നിന്ന് അനേകം യക്ഷിക്കഥകൾ തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കള്ളിയങ്കാട്ട് നീലി വളരെ പ്രശസ്തയായ ഒരു യക്ഷിയാണ്. അതുപോലെ തന്നെ തിരുവിതാംകൂറിൽ നിന്നുള്ള മറ്റൊരു പ്രശസ്തയായ യക്ഷിയാണ് കാഞ്ഞിരോട്ട് യക്ഷി. യക്ഷി എന്നത് ഒരു ദേവതയാണ് എന്നാണ് സങ്കല്പം. ആ ദേവതയിലേക്ക് കൊല്ലപ്പെടുന്നവരുടെ ആത്മാവ് ചേർന്നാൽ ആണ് രക്തദാഹിയായി മാറുന്നതത്രേ. അങ്ങനെയും ഒരു കഥയുണ്ട്. ഒരു പല്ലക്കിന്റെ വാഹകനാൽ കൊല്ലപ്പെട്ടതിനു ശേഷം പടമംഗലം തറവാട്ടിലെ ചിരുദേവി എന്ന ശ്രീദേവി ഒരു യക്ഷിയായി മാറിയെന്നും പുരുഷന്മാരെ വശീകരിച്ച് അവരുടെ രക്തം കുടിച്ചു ജീവിച്ചു തുടങ്ങിയെന്നുമാണ് പറയപ്പെടുന്നത്. ഈ കഥ കേരളത്തിലെ നാടോടി വിശ്വാസങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. തലമുറകളായി കൈമാറി വരുന്ന നിരവധി യക്ഷിക്കഥകളിൽ ഒന്നാണ് ഇത്. ആ കഥ ഇങ്ങനെയാണ്. തെക്കൻ തിരുവിതാംകൂറിൽ കാഞ്ഞിരക്കോട് എന്നൊരു സ്ഥലമുണ്ട്. ഇന്ന് തമിഴ്നാട്ടിലാണ് ഈ സ്ഥലം. കാഞ്ഞിരക്കോടെ പ്രശസ്തമായ പടമംഗലം തറവാടുകളിൽ ഒന്നായ മംഗലത്താണ് ശ്രീദേവി അല്ലെങ്കിൽ ചിരുദേവി എന്നറിയപ്പെടുന്ന യുവതി ജനിച്ചത്. അതീവ സൗന്ദര്യത്തിനുടമയായ ചിരുദേവി മികച്ച ഒരു നർത്തകിയുമായിരുന്നു. അനേകം പുരുഷന്മാർ ചിരുദേവിയെ മോഹിച്ചിട്ടുണ്ട്. ചിരുദേവിക്ക് ഒരു സഹോദരനുണ്ടായിരുന്നു. ഗോവിന്ദൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. കുടുംബത്തിലെ പല്ലക്കുകാരനായ കുഞ്ഞിരാമനുമായി ഗോവിന്ദൻ വലിയ കൂട്ടായിരുന്നു. ഇതിനിടെ ചിരുദേവി കുഞ്ഞിരാമനിൽ അനുരക്തയാകുന്നു. എങ്ങനെയും അയാളെ സ്വന്തമാക്കണമെന്ന് ചിരുദേവി ആഗ്രഹിച്ചു. എന്നാൽ കുഞ്ഞിരാമൻ വിവാഹിതനും ഭാര്യയോട് വലിയ സ്നേഹമുള്ളയാളുമായിരുന്നു. അയാൾ ചിരുദേവിയുടെ പ്രണയം അവഗണിച്ചു. ഇതിൽ കോപം കൊണ്ട ചിരുദേവി കുഞ്ഞിരാമന്റെ ഭാര്യയെ കൊലപ്പെടുത്താനായി കൊലപാതകികളെ നിയോഗിച്ചു. പക്ഷെ ഗോവിന്ദൻ ഇക്കാര്യം അറിയുകയും കുഞ്ഞിരാമനെ വിവരം അറിയിക്കുകയും ചെയ്തു. ഇതറിഞ്ഞ കുഞ്ഞിരാമന് ചിരുദേവിയോട് വലിയ ദേഷ്യമായി. ഒരിക്കൽ പ്രണയം നടിച്ച് കുഞ്ഞിരാമൻ ചിരുദേവിക്ക് സമീപം എത്തുകയും അവരെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയും ചെയ്തു. എന്നാൽ കഥ അവിടെ തീർന്നില്ല. ചിരുദേവി കാഞ്ഞിരോട്ടുള്ള ഒരു ദമ്പതിമാരുടെ മകളായി പുനർജനിച്ചു. ജനിച്ചു കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ അവൾ വളർന്ന് അപാര സൗന്ദര്യമുള്ള ഒരു യുവതിയായി മാറിയത്രേ. ഈ അത്ഭുതത്തിനൊരു കാരണമുണ്ടായിരുന്നു. ചിരുദേവി അപ്പോഴൊരു യക്ഷിയായിരുന്നു, ഒരു ഘോരയക്ഷി. പുരുഷന്മാരെ വശീകരിക്കുകയും അവരുടെ ചോര കുടിക്കുകയുമായിരുന്നു അവളുടെ പ്രധാന വിനോദം. കുഞ്ഞിരാമൻ തന്നെ കൊലപ്പെടുത്തിയെങ്കിലും അയാളോട് അവൾക്ക് അപ്പോഴും പ്രണയമായിരുന്നു. ഇടയ്ക്കിടെ അവൾ കുഞ്ഞിരാമനെ ശല്യപ്പെടുത്തി. ഒടുവിൽ ഗോവിന്ദൻ വീണ്ടും കുഞ്ഞിരാമന്റെ രക്ഷയ്ക്കെത്തി. യക്ഷിയായി മാറിയ സഹോദരിയോട് അദ്ദേഹം ചർച്ച നടത്തി. ഒരു വർഷം കുഞ്ഞിരാമനെ ചിരുദേവിക്ക് ജീവിത പങ്കാളിയായി എടുക്കാം, എന്നാൽ അതിനുശേഷം പ്രതിഷ്ഠയായി മാറാൻ സമ്മതിക്കണം. നരസിംഹമൂർത്തിയെ ഭജിച്ച് ശിഷ്ടകാലം ജീവിക്കണം എന്നിവയായിരുന്നു ഗോവിന്ദന്റെ വ്യവസ്ഥകൾ. ചിരുദേവി അത് സമ്മതിച്ചു. തുടർന്ന് കാഞ്ഞിരക്കോട്ടെ വലിയ വീട്ടിൽ ക്ഷേത്രത്തിൽ യക്ഷിയെ പ്രതിഷ്ഠിച്ചു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ക്ഷേത്രം നശിച്ചുപോയി. ചിരുദേവി നരസിംഹമൂർത്തിയുടെ ഭക്തയായി തീർന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഇപ്പോഴും തുറക്കാത്ത ബി നിലവറയിൽ ഈ യക്ഷി പ്രതിഷ്ഠ ഉണ്ട് എന്നാണ് വിശ്വാസം. സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ പത്നിയും നർത്തകിയുമായ സുന്ദരലക്ഷ്മി ഉൾപ്പെടെ കാഞ്ഞിരോട്ട് ലക്ഷ്മിയമ്മയുടെ ഉപാസകരായിരുന്നു എന്നും പറയുന്നു. ഇപ്പോഴും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ള നരസിംഹമൂർത്തിയുടെ പ്രതിഷ്ഠയ്ക്ക് തൊട്ടു പിന്നിലായിട്ടുള്ള ചുമരിൽ ഈ യക്ഷിയുടെ പടമുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോഴും അത് കാണാവുന്നതാണ്. ഇപ്പോൾ ബി നിലവറയിൽ ഒരിക്കലും തുറക്കാത്ത ഈ ബി നിലവറയിൽ ഈ യക്ഷിയുടെ പ്രതിഷ്ഠയുണ്ട് എന്നും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണത്രേ ബി നിലവറ തുറക്കരുത് എന്ന് പറയുന്നത്. അങ്ങനെയും ഒരു വിശ്വാസം നിലവിലുണ്ട്, അല്ലെങ്കിൽ ഒരു കഥ നിലവിലുണ്ട്.